കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു കലഹം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പടലപ്പിണക്കങ്ങളൊക്കെ ഒരുവിധം പരിഹരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, വലിയ വിജയം നേടി അഭിമാനത്തോടുകൂടി തന്നെ UDF മുന്നോട്ട് പോയപ്പോഴാണ് മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള കലഹം അത് തെരുവിൽ വരെ ആഞ്ഞടിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അതും പോട്ടെ, ഈ UDFിനുള്ളിൽ തന്നെ പലരും പരസ്പരം പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ വിമർശിക്കുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞു. ലീഗിന് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല, അത് രാഷ്ട്രീയ മര്യാദയല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് മാത്യു കുഴൽനാടൻ എത്തുന്നു. മാത്യു കുഴൽനാടന്റെ കുഴലൂത്തൊന്നും ഇവിടെ വേണ്ട എന്ന് യൂത്ത് ലീഗ് പറയുന്നു. അടുത്ത ദിവസം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ മാത്യു കുഴൽനാടനെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇതിങ്ങനെ ഒരു വലിയ ശൃംഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തമ്മിലടി എന്നുള്ളതാണ് ഈ എക്കാലത്തും കാണാത്തൊരു പ്രതിസന്ധിയിലെ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത്. നോക്കൂ രോഹിണി, ഇതിനകത്ത് ആദ്യമായി സജീവൻ മാസ്റ്ററിനകത്ത് പറഞ്ഞ കാര്യം, അദ്ദേഹം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തെ പറ്റി പഠിക്കുന്നു. ഇങ്ങനൊരു അവസ്ഥ കേരളത്തിൽ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹത്തിന് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അദ്ദേഹം പഠിച്ച പുസ്തകത്തിൽ VS അച്യുതാനന്ദന് വേണ്ടി തെരുവിലിറങ്ങിയ CPMകാരെ അദ്ദേഹം കണ്ടില്ലയോ, അതോ ആ പുസ്തകത്തിന്റെ താള് മാറ്റിവെച്ചതാണോ എന്ന് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അതിനുവേണ്ടി ഈ പറയുന്ന VSനെ മുൻനിർത്തി ഇലക്ഷനെ നേരിട്ടിട്ട് ആരാ മുഖ്യമന്ത്രി ആയത്, അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന VSന് സീറ്റ് നിഷേധിച്ചപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയ CPMകാർ, അത് കേഡറ്റ് സ്വഭാവമുള്ള CPMകാരാന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന കേഡറ്റ് സ്വഭാവമുള്ള CPMകാര്, അല്ലെങ്കിൽ സജീവൻ മാസ്റ്റർ പഠിച്ച പുസ്തകത്തിൽ ആ പറയുന്ന താളുകളൊക്കെ അദ്ദേഹം മറന്നുപോയോ എന്ന് ഈ രാഷ്ട്രീയ നിരീക്ഷകന്റെ കുപ്പായമാണ് അദ്ദേഹം ഇട്ടേക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം. അപ്പോ അതൊക്കെ അദ്ദേഹം മറന്നുപോയിട്ടാണോ കോൺഗ്രസിന്റെ ഈ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പതിറ്റാണ്ടുകൾ കൊണ്ട് നിരീക്ഷിച്ചിട്ട് കാണുന്നുള്ളൂ എന്ന് പറയുന്നത് എന്നുള്ളത് ഒന്നാമതായി അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു പോവുകയാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് LDFന്റെ പ്രതിനിധി വളരെ വിശാലമായിട്ട് ഹൈക്കമാൻഡിനെയും ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെയൊക്കെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് കേരളത്തിലെ CPM. കണ്ണൂരിൽ നിന്ന് ഒരു പേപ്പർ എഴുതി കൊടുത്ത് ആ പേപ്പർ മടക്കി കൊണ്ടുവന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് കൊടുക്കുമ്പോൾ ആ പേപ്പർ കൊടുക്കുന്ന ആളൊന്നും മാറുന്നേ ഉള്ളൂ. അത് തുറന്നു വെച്ച് വായിച്ച് ഇതാ ഇന്നാള് മുഖ്യമന്ത്രി, ഇന്നാള് അങ്ങനെ പറയുന്നവർക്ക് ജനാധിപത്യം ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൊതിക്കുന്നുണ്ടാവും. ഇവർക്ക് വേണ്ടി ജയിച്ചു വന്ന MLAമാർ ഞങ്ങളോടൊന്ന് അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ, ഞങ്ങളോട് ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന MLAമാർ ചിലപ്പോൾ CPMനകത്ത് തിരഞ്ഞ കാണും. പ്രിയപ്പെട്ട ജലീലെ, ഒന്ന് തിരക്കി നോക്കണം. ആ പറയുന്ന ആളുകളാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ വിമർശിക്കുന്നത്. CPMന്റെ ദേശീയ കമ്മിറ്റി ഉണ്ടല്ലോ, MA ബേബി ആണല്ലോ സെക്രട്ടറി. ഈ പറയുന്ന MA ബേബിക്ക് ആ സംസാരിക്കാൻ കിട്ടിയ അവസരം എനിക്ക് തോന്നുന്നു ഈ തോറ്റ് തുന്നം പാടിയപ്പോ പിണറായി വിജയൻ ഈ പ്രസ് മീറ്റിന് ഈ പറയുന്ന പത്രങ്ങളെ ഒന്നും കാണുവാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇന്നും പത്രമാധ്യമങ്ങളെ പ്രസ് മീറ്റിനെ അഭിമുഖീകരിക്കാൻ പറ്റാതെ ഇപ്പൊ പാത്തിരിക്കുന്ന പിണറായി വിജയൻ ഉണ്ടല്ലോ, കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രി. അദ്ദേഹം അങ്ങനെ വരാത്തൊരു കാലാവസ്ഥ ഉണ്ടായപ്പോഴാണ് MA ബേബി ഈ പത്രങ്ങളെ കാണുന്നതും ഈ പ്രതികരണമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ദേശീയ കമ്മിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. അത് കാരണം എന്താ, അങ്ങനെ ഒരു സംവിധാനം എന്താണ്, ഇവിടുന്ന് കുറച്ചുപേര് പാൻറ്റിട്ടുകൊണ്ട് പോകുമ്പോൾ ഡൽഹി പോകുമ്പോൾ ഉണ്ടാകുന്ന സംവിധാനമാണ് ദേശീയ കമ്മിറ്റി എന്ന് വിശ്വസിക്കുന്ന CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന LDFന്റെ പ്രതിനിധിക്ക് ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെ ദേശീയ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥ ഇന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. പിന്നെ എന്തെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന എവിടെയാണ് അടി നടക്കുന്നത്? ഈ പറയുന്ന ഈ 3 പേരും തമ്മിൽ യാതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ടല്ലേ, അവർക്ക് 3 പേർക്കും യാതൊന്നും ഒളിക്കാനും മറയ്ക്കാനും അല്ലെങ്കിൽ തമ്മിൽ പറയാനും ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ 3 പേരും ഇന്നലെ മാധ്യമങ്ങളെ ഒന്നിച്ചു നിന്ന് കണ്ടത്. KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഈ 3 പേര്, ഈ പറയുന്ന 4 പേര് ഒന്നിച്ചു നിന്ന് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചത് പിന്നെ തങ്ങളെ സ്നേഹിക്കുന്ന അണികളോട് സമീപനം പാലിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ പുകയുന്നത് എവിടെയാണ്? CPMനകത്ത് അല്ലെങ്കിൽ LDFനകത്താണ്. ഉപ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞ് CPM കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഇത് കാണുന്നില്ല. ഈ വാർത്തയ്ക്കിടയ്ക്കൊന്നും ഈ പറയുന്ന രാഷ്ട്രീയം പഠിക്കുന്ന ആളും ഈ പറയുന്ന പ്രതിനിധിയൊന്നും അത് കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെയും പറ്റിയും ഉപനേതാവിനെ പറ്റിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി കഴിഞ്ഞാൽ അതിന് പ്രതികരിച്ച് വെളിയിൽ പോവാൻ അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കാൻ വേണ്ടി CPI തയ്യാറായിരിക്കുക. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ഞങ്ങൾക്ക് തെറ്റുപറ്റിക്കൊണ്ട് ജനങ്ങൾ എല്ലാവരും ഞങ്ങളെ തോൽപ്പിച്ചു എന്നൊക്കെ വലിയ വീരവാദം മുറിക്കുന്ന ആളുകളോട് ചോദിക്കുക, ആരാണ് തെറ്റുകാരാരാണെന്ന് മുമ്പും നമ്മൾ പല ചർച്ചയിലും പറഞ്ഞതാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, നിങ്ങളെ രാജാവ് നഗ്നനാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. ഇന്നും ആ ധൈര്യമില്ലാത്തവരാണ് കോൺഗ്രസിനെ വിമർശിക്കാൻ വരുന്നത്, ജനാധിപത്യത്തെ വിമർശിക്കാൻ, അല്ലെ ജനാധിപത്യം പോലെ അഭിപ്രായം തേടുന്നവരെ വിമർശിക്കാൻ വരുന്നത്. ആ പറയുന്ന മുഖ്യമന്ത്രി ഇന്നും
ഇന്നും അത് ഏറ്റെടുത്തിട്ടില്ല. തെറ്റ് തിരുത്തുവാൻ അവർ തയ്യാറായിട്ടില്ല. ഇന്നും ആ മുഖ്യമന്ത്രിയുടെ പിറകിൽ പോയി ഓ തമ്പ്ര എന്ന് പറഞ്ഞ് അങ്ങ് പ്രതിപക്ഷ നേതാവാണെങ്കിൽ അങ്ങാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു ഓ തമ്പ്ര വിളിച്ച് പ്രൊമോട്ട് പോകുന്ന CPM-കാർക്കും LDF-കാർക്കും ജനാധിപത്യം പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ CPM-ന്റെയും LDF-ന്റെയും ഗതി ഇതാണ്. അവരാണ് വന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ശ്രീ രജൻ, അങ്ങനെയാണെങ്കിൽ ഈ ഓ തമ്പ്ര വിളി തന്നെയല്ലേ ഹൈക്കമാൻഡിന്റെ മുന്നിലും ചെന്ന് നിന്ന് വിളിക്കുന്നത്? കൃത്യമായി ഞങ്ങൾ ഇതാ UDF-നെ ജയിപ്പിച്ചിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാനാണ് പ്രതിപക്ഷ നേതാവ്, അങ്ങനെയാണെങ്കിൽ എന്നെ തന്നെ ആക്കണമെന്ന് പറയുന്നതിന് പകരം ഈ 3 പേരും ചെന്ന് സോണിയയുടെയും രാഹുലിന്റെയും മുൻപിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഓ തമ്പ്ര വിളി തന്നെയാണല്ലോ. അവരാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർക്കറിയാമോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം? അവർ എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ കൃത്യമായൊരു അവലോകനം നടത്താൻ പാടില്ലായിരുന്നു? രോഹിണി, അതിനകത്ത് ഓ തമ്പ്ര വിളി അല്ലല്ലോ. ഇവിടുന്ന് റിപ്പോർട്ട് പോയ ശേഷം ഇവിടുന്ന് AICC നിരീക്ഷകർ വന്ന ഇവിടുത്തെ MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടി റിപ്പോർട്ട് അവിടെ കൊണ്ടുവന്ന് AICC പ്രസിഡന്റിനെ ധരിപ്പിച്ച ശേഷം ഇവിടുത്തെ 3 നേതാക്കന്മാരെ, UDF-നെ നയിച്ച 3 നേതാക്കന്മാരെ, പ്രതിപക്ഷ നേതാവിനെയും ഈ പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവിനെയും AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ വിളിച്ചു വരുത്തി അവിടെ ഇരുന്ന് ചർച്ച ചെയ്യല്ലേ. അല്ലാതെ ഒരു പേപ്പർ എഴുതി ഇന്നാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ CPM-ന്റെ പോലെയോ അല്ല നാഗ്പൂരിൽ നിന്ന് എഴുതിക്കൊണ്ട് വരുന്ന BJP-ക്കാർ വിളിച്ചു പറയുന്നത് പോലെ അല്ലല്ലോ. ഈ പറയുന്ന ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് ചർച്ച ചെയ്തല്ലേ തീരുമാനിക്കുന്നത്. 3 പേരും ഒരേ റൂമിലില്ലേ ഇരിക്കുന്നത്. അല്ലാതെ അവിടെ പോയി ഈ പറയുന്ന രീതിയിലേക്ക് അല്ലല്ലോ. ഈ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഇന്നലെ ചർച്ച കഴിഞ്ഞു, ചർച്ച നടക്കുന്നുണ്ട് പല വീടുകളിൽ മാറി മാറി. എവിടെയാണ് തീരുമാനം? ശ്രീ രജന സുണ്ണിത്താൻ, താങ്കൾ നേരത്തെ അഭിമാനപൂർവ്വം പറയുകയുണ്ടായല്ലോ ചർച്ച കഴിഞ്ഞ് 3 നേതാക്കളും ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപാകെ നിരന്ന് നിന്നു എന്നുള്ളത്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണ്? എനിക്ക് വേണ്ടി ഫ്ലക്സ് വെക്കരുത്. ഓരോരുത്തരും അതേപടി അതേ വാചകം തന്നെ ആവർത്തിക്കുന്നു. ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടായി? അതല്ലേ പറയണ്ടേ? നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ എന്താണ്? ഈ പറയുന്ന നേതാക്കന്മാർക്കൊന്ന് വിലക്കിക്കൂടെ? ഈ നേതാക്കന്മാർക്ക് തനികളെ വിലക്കിക്കൂടെ? അവരെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതല്ലേ അതിന്റെ ശരിയായ നടപടി? 3 പേര് ഒന്നിച്ചു നിന്നാണല്ലോ പറയുന്നത്. പ്രത്യേകം വിളിച്ചു വരുത്തി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അല്ലെ ഞാനാണ് അങ്ങനൊന്നും അല്ലല്ലോ പറയുന്നത്. 3 പേരും ഒന്നിച്ചു നിന്നാണ് പറയുന്നത്. അതിൽ നിന്നും പൊതുസമൂഹത്തിന് മനസ്സിലാകുമല്ലോ അതിനകത്ത് പുകയാനൊന്നുമില്ല, അല്ലെങ്കിൽ വരാനുള്ളത് ഇനി പുകഞ്ഞുകൊണ്ടൊന്നുള്ള കാര്യങ്ങളല്ല വരുന്നത്. ഒരു കാര്യം സംശയമില്ല, കേരളത്തിലെ ജനങ്ങൾ UDF-നെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, കോൺഗ്രസിനെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ കേരളത്തിലെ KPCC ആയാലും കോൺഗ്രസ് പ്രസ്ഥാനമായാലും UDF സംവിധാനമായാലും തയ്യാറാണ്. അത്ര വലിയ വിജയമാണ് കേരളത്തിൽ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 6 ദിവസം ജനങ്ങളുടെ എല്ലാ വിശ്വാസവും തകരുന്ന തരത്തിലേക്കല്ലേ ശ്രീ രജൻ കാര്യങ്ങൾ മറിഞ്ഞത്? ഒരു പക്ഷേ ഈ വോട്ടർമാർ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം ഞങ്ങൾ എന്തിന് ഈ ഭരണമാറ്റം ആഗ്രഹിച്ചു എന്നുള്ളത്. ഇവർക്കാണോ ഞങ്ങൾ ഇങ്ങനെ സമയം മെനക്കെടുത്തി വോട്ട് ചെയ്തത്, ഇങ്ങനെ തമ്മിലടിക്കുന്നവർക്ക് എന്നുള്ളത് ഒരുപക്ഷെ അവർ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചിരിക്കാം ആ വോട്ടർമാർ എന്നുള്ളതാണ്.